തലസ്ഥാന നഗരസഭയിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സിപിഎമ്മിൽ പൊട്ടിത്തെറി. മേയർ ആര്യ രാജേന്ദ്രനെ കുറ്റപ്പെടുത്തി സിപിഎം മുൻ കൗൺസിലർ ഗായത്രി ബാബു രംഗത്തെത്തിയതോടെയാണ് പൊട്ടിത്തെറി പരസ്യമായത്. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും കരിയർ വളർത്താനുള്ള കോക്കസാക്കി സ്വന്തം ഓഫീസ് മാറ്റിയെടുത്തെന്നും ഗായത്രി ബാബു ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. മേയർ ആര്യ രാജേന്ദ്രന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു കുറിപ്പെങ്കിലും വിമർശം മേയർക്കെതിരെയാണെന്ന് സ്പഷ്ടം. പാർട്ടിയേക്കാൾ വലുതെന്ന ഭാവവും അധികാരത്തിൽ താഴെയുള്ളവരോട് പുച്ഛവും വിനയായെന്ന് ഗായത്രി ബാബുവിന്റെ വിമർശനം. ജനങ്ങളോട് ഇഴുകിച്ചേർന്നു വേണം പാർട്ടി മെമ്പർമാർ പ്രവർത്തിക്കാൻ. ഏത് മുക്കിലും മൂലയിലും സധൈര്യം ഇറങ്ങിച്ചെല്ലാൻ മുമ്പുള്ള മേയർമാർക്കും അവർക്കുണ്ടായ ടീമിനും കഴിഞ്ഞിരുന്നു. ആ ജനകീയതയാണ് നഗരത്തിലെ പാർലമെന്ററി പ്രവർത്തനത്തിൽ LDFനെ മുന്നോട്ട് നയിച്ചത്. ഇക്കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ജനകീയതയാണ് ഇല്ലാതാക്കിയത്. തന്നെ കാണാൻ ഓഫീസിന് പുറത്തു വന്നിരിക്കുന്ന ആളുകളെ കാണാൻ കൂട്ടാക്കിയിരുന്നെങ്കിൽ, പ്രദേശത്തെ നേതാക്കളുടെയും സഖാക്കളുടെയും ആവശ്യങ്ങൾ കേൾക്കാനുള്ള പരിഗണനയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ, കൗൺസിലിനുള്ളിൽ തന്നെ നല്ല ടീം ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ കുറഞ്ഞപക്ഷം ഇത്രയും കനത്തതാകുമായിരുന്നില്ല തിരിച്ചടിയെന്നും കുറിപ്പിൽ പറയുന്നു. മേയർ ആര്യ രാജേന്ദ്രന്റെ കൗൺസിലിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും നിലവിൽ വഞ്ചിയൂർ വാർഡിൽ നിന്ന് വിജയിച്ച വഞ്ചിയൂർ ബാബുവിന്റെ മകളുമാണ് ഗായത്രി ബാബു. പോസ്റ്റ് വിവാദമായതോടെ പിൻവലിച്ചെങ്കിലും മേയർക്കെതിരെയുള്ള വിമർശം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്.